ആദി, അമ്മേ, അമ്മ അമ്പലത്തിൽ പോയോ അമ്മ? അതെ മോനെ, പോയിരുന്നു. അച്ഛൻ എണീറ്റില്ല അമ്മേ. രാവിലെ നേരത്തെ എണീക്കുന്ന ശീലമുള്ളതല്ലേ. അച്ഛൻ ഇന്നലെ തീരെ സുഖമില്ലായിരുന്നു. നന്നേ വൈകിയാണ് ഉറങ്ങിയത്. ഞാനും അതെ. എന്നാലും ഞാൻ കാലത്ത് എണീറ്റ് അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി കഴിച്ചു വന്നു. അമ്മ എന്താ അമ്മേ എന്നെ വിളിക്കാതിരുന്നേ? അത് നിനക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? പിന്നെ അലീനയ്ക്ക് അത് ഇഷ്ടമാവില്ലല്ലോ. അയ്യോ, അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ട്. നിങ്ങൾക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ? അമ്മയുടെ കഷ്ടപ്പാട് അല്ലേ അമ്മേ? അതല്ലേ മോനെ അമ്മയുടെ സന്തോഷം. നേരത്തെ എഴുന്നേറ്റോ? നിനക്ക് കുറച്ച് നേരത്തെ എണീറ്റ് അമ്മയെ സഹായിച്ചുകൂടാ? അത് എന്റെ ശീലം ഇങ്ങനെയാണ്. ഞാൻ 8 മണിയാകുമ്പോഴേ എഴുന്നേക്കും. വീട്ടിൽ പണിക്കാരുണ്ട്, അവർ ഞാൻ എഴുന്നേക്കുമ്പോൾ എല്ലാം ചെയ്തു വെക്കും. ഇതൊരു സാധാരണ വീടാണ്, നാട്ടുമ്പുറത്തിന്റെ ഭാഗമാണ് എന്നും പറഞ്ഞ എനിക്ക് എന്റെ ശീലങ്ങൾ മാറ്റാൻ പറയാ. അച്ഛൻ അപ്പുറത്ത് കിടന്നുറങ്ങുകയാണ്. അച്ഛനാണെങ്കിൽ തീരെ വയ്യ. ഇതൊക്കെ പുതിയ കാര്യമാണോ? അതി അച്ഛനില്ലാത്ത എന്ത് അസുഖമുള്ളത്? എന്തിനാ മക്കളെ നിങ്ങൾ ഇങ്ങനെ വഴക്കടിക്കുന്നത്? അവള് വലിയ വീട്ടിലെ കുട്ടിയല്ലേ, എല്ലാം ശരിയാവാൻ സമയമെടുക്കും. അങ്ങനെയൊന്നും ഇല്ല അമ്മേ. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി, ഞാൻ പോവാം. കല്ലു, മക്കള് പോയോ? ഇപ്പൊ പോയതേ ഉള്ളൂ. മകൻ പറയാതെ പോവാറില്ലല്ലോ. അച്ഛൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു, അതായിരിക്കും. കല്ലു, നമ്മൾ അവർക്ക് ഭാരമാവുകയാണോ? എന്താ അങ്ങനെ തോന്നാൻ? കുറച്ചു നാളായി എനിക്ക് അങ്ങനെ തോന്നി തുടങ്ങിയിട്ട് മരുമകൾക്ക് ഇവിടെ ഇഷ്ടമല്ലെന്ന്. കല്യാണം കഴിഞ്ഞ് 3 മാസമല്ലേ ആയുള്ളൂ. വേറൊരു സാഹചര്യത്തിൽ വന്ന കുട്ടിയല്ലേ. എനിക്ക് ആശങ്ക തോന്നി തുടങ്ങി. IT ഫീൽഡിൽ ജോലിയുള്ളവരല്ലേ, അതിൻ്റെതായ സ്ട്രെസ് ഉണ്ടാവും. അതൊക്കെ എനിക്ക് മനസ്സിലാവും. എന്തിനാണ് എന്നെ ഒഴിവാക്കുന്നത്? അന്യമതക്കാരിയായിരുന്നിട്ടും അവരുടെ സ്നേഹം മനസ്സിലാക്കാൻ എനിക്കോ ബുദ്ധിമുട്ടുണ്ടായില്ല. എല്ലാവരും അതുപോലെ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ലല്ലോ. ഒറ്റ മകൻ, അവന്റെ സന്തോഷം മാത്രമല്ലേ നമ്മൾ ചിന്തിച്ചുള്ളൂ. ഒക്കെ ശരിയാവും, കണ്ടറിയാം. കഴിഞ്ഞ ആഴ്ച ഞാൻ ആശുപത്രി കിടന്നപ്പോ അവൾ കാണാമെന്നില്ല. അലീന വീട്ടിൽ പോയെന്ന് മോൻ പറഞ്ഞിരുന്നു. തൽക്കാലം അത് വിശ്വസിക്കാം. നിങ്ങളൊന്നും ഓർക്കാതെ വിശ്രമിക്കൂ. ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചതല്ലേ. ശരിയാ, 30 വർഷത്തെ സർക്കാർ സേവനം, സമ്പാദിച്ചത് മുഴുവനും വീടിനും പുരയിടത്തിനും മകൻ്റെ പഠിത്തത്തിനും. ഇപ്പോഴോ രോഗങ്ങൾക്ക് അടിമയായി. ശരിയാ, ഓടിച്ചാടി നടക്കുമ്പോൾ ഒന്നും അറിയില്ല. വെറുതെ ഇരിക്കുമ്പോൾ അസുഖങ്ങൾ തലപൊക്കും. വാർദ്ധക്യത്തിന്റെ അവസ്ഥ അതാണ്. നീ എന്താ ഇത്രയും ഗൗരവമായി ചിന്തിക്കുന്നത്? പറയാം, സമയം ഒരുപാട് വൈകി, നമുക്ക് വീട്ടിൽ പോകാം. നമുക്ക് അല്പം സ്വസ്ഥമായി സമയം പങ്കിടാമെന്ന് കരുതി. അതല്ല അലീന, അച്ഛൻ സുഖമില്ലെന്ന് അതിന്റെ വീട്ടിൽ നിന്ന് പോകുന്നതല്ലേ. വാ, നമുക്ക് പോകാം. അത് പുതിയ കാര്യമല്ലല്ലോ. അതോ അച്ഛനും അമ്മയും മാത്രം മതിയോ? ഞാൻ വേണ്ടേ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണോ? ഞാൻ കുറച്ച് കാലമായിട്ട് പറയണമെന്ന് വിചാരിക്കുക.
വീട്ടിൽ വെച്ച് പറഞ്ഞാൽ എന്താ കുഴപ്പം? അതിനുള്ള പ്രൈവസി അവിടെ ഉണ്ടോ? ആയിക്കോട്ടെ, നീ പറയൂ. എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല. അതിന് അച്ഛനും അമ്മയും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? നിന്നെ വഴക്ക് പോലും പറയുന്നില്ല. ഈ നാട് തന്നെ എനിക്ക് ഇഷ്ടമില്ല. എന്നെ സ്നേഹിച്ചപ്പോഴും വിവാഹം കഴിച്ചപ്പോഴും ഒക്കെ നീ അതൊന്നും ഓർത്തില്ലേ? അതൊക്കെ പ്രണയകാലത്തെ ഫാന്റസി അല്ലേ ആദി? എനിക്ക് ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. നാട്ടിൻപുറമാണെന്നും ബന്ധുക്കളൊക്കെ സാധാരണക്കാരാണെന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല. എന്നും ബന്ധുക്കളുടെ ഒരു പട തന്നെ ഉണ്ടാവും. അച്ഛൻ വീട്ടിലെ കാരണവരാണ് അലീന. അതിന് ഞാൻ എന്ത് വേണം? ബന്ധുക്കളൊക്കെ പല സഹായങ്ങളും ആവശ്യപ്പെട്ട് വീട്ടിൽ വരുന്നവരാണ്. അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറയുന്ന ആദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, പറയൂ. ആദ്യം നമുക്ക് വേറെ മാറി താമസിക്കാം. ആദ്യം ഒരു വാടക വീട് എടുക്കും, പിന്നെ ഒരു വീട് പണിയാം. എൻ്റെ വീട്ടുകാർ സഹായിക്കും. അലീന, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒറ്റ മകനാണ്. വാർദ്ധക്യത്തിൽ അവരെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്നോടൊരു താല്പര്യമില്ലേ? ശരി, അങ്ങനെയല്ല അലീന. ഇതുവരെ വീട്ടിൽ അവരെ കണ്ണിലുണ്ണിയായിട്ട് ജീവിച്ചില്ലേ? ഇനി എനിക്കല്ലേ അവകാശം? എനിക്ക് സാവകാശം വേണം. അച്ഛനും അമ്മയോടൊക്കെ സംസാരിക്കട്ടെ. ആദ്യം അതൊക്കെ ആദ്യയുടെ കാര്യം. എനിക്ക് എന്റെ കാര്യം നോക്കണ്ടേ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്ത് ചെയ്യാൻ പോകുന്നു? നാളെ ഓഫീസിൽ ഞാൻ വീട്ടിലോട്ട് പോകും. ഒരാഴ്ച അവിടെ താമസിക്കാം. ബാക്കി വീട്ടുകാർ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. IT ഫീൽഡ് ആകെ സ്ട്രെസ്സാണ്. അതിനിടയിൽ നീയും കൂടി. ചേട്ടായി, മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണമല്ലോ. അവർ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. പ്രായമായി തീരുമാനം എടുക്കാനുള്ള കാര്യപ്രാപ്തി ഉണ്ട്. പപ്പയും മമ്മിയും ഒന്ന് മനസ്സിലാക്കണം. അലീന ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നണില്ല. അവൾക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കണമെന്ന് പറയാൻ പറ്റുമോ? ആദ്യത്തിന് എനിക്കറിയാം അവന്റെ കുടുംബവും നല്ലതാ. അവൻ പാവാ. അവൾക്ക് ഈ നാടും വീടും ഒന്നും ഇഷ്ടമല്ല എന്നാ പറയണത്. എല്ലാറ്റിനും പണം വെച്ചു കൊടുക്കണത് നീയാണ്. അവൾ അങ്ങനെ വളർന്ന കുട്ടിയല്ലേ. സ്ഥിരം അസുഖമായ അച്ഛൻ, മരുന്നും മണവും എല്ലാം അവൾക്ക് മടുത്തോന്നു. നിന്റെ വാശിയാണ് അവൾക്ക് കിട്ടിയത്. അവൾ എന്താശിച്ചാലും നടത്തി കൊടുക്കുമായിരുന്നില്ലേ? അതും തെറ്റി. അവൾക്ക് അന്യമതസ്സിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും ആരും എതിർത്തില്ല. എന്റെ മോൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ നടക്കട്ടെ എന്ന് കരുതി. ആദ്യത്തെ നല്ല പയ്യന, കുടുംബവും നല്ലത്. ഇനി അവൾ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? അവന്റെ ജീവിതത്തിനനുസരിച്ച് ജീവിക്കട്ടെ. ആദ്യത്തിന് വിദ്യാഭ്യാസം ജോലിയൊക്കെ ഇല്ലേ? വേണമെങ്കിൽ നമ്മുടെ കൂടെ തന്നെ അങ്ങ് നിർത്താലോ. മേരി, ഇതൊക്കെ നിന്റെ സ്വാർത്ഥ മോഹമല്ലേ? സമ്മതിച്ചു. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവൻ വീട് മാറി അവളുടെ കൂടെ ജീവിക്കണ്ടേ? മേരി, ആദ്യത്തെ ഒറ്റ മകനാണ് അവൾക്ക്. പെൻഷൻ കൊണ്ട് ജീവിക്കാമായിരിക്കും, പക്ഷേ വയസ്സുകാലത്ത് നോക്കാൻ ഒരാൾ വേണ്ട. കൂടി നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരെ? കാര്യമുണ്ടോ മമ്മി? ഞാൻ കിട്ടുന്ന കൊണ്ട് ഇങ്ങനെയാ മമ്മി വിട്ടുള്ളൂ. എല്ലാം എന്റെ തെറ്റാണ്. 20 വർഷക്കാലം ഗൾഫിൽ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയത് മുഴുവൻ വീടിന്, മക്കൾക്ക്. എന്നിട്ടിപ്പോ എന്തായി? ഇനി പഴംപുരാണം ഒന്നും പറയണ്ട. എന്നെ കെട്ടുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി മാത്രമല്ലേ ഉള്ളൂ? എന്റെ വീട്ടുകാരല്ലേ നിങ്ങളെ ഗൾഫിലേക്ക് അയച്ചത്. ഇതാ വെള്ളം. ആ ധാർഷ്ട്യം നിനക്കും ഇപ്പോൾ മകൾക്കും പകർന്നു കിട്ടി.
എന്തു പറ്റി മോളെ? മുഖം വല്ലാതിരിക്കുന്നു. എല്ലാവരും എന്ത് കാര്യമാണ് പപ്പ ഈ ചർച്ച ചെയ്യുന്നത്? ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അധികപ്പറ്റാണ് ഇപ്പോൾ. നീ എന്തിനാ മോളെ ഞങ്ങളെ എങ്ങനെ വിഷമിപ്പിക്കുന്ന? നീ ആദിത്യന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് 3 ദിവസമായില്ലേ മോളെ? ആദിത്യന് സുഖമല്ലേ? പപ്പ ആദ്യം ഓഫീസിൽ വന്നിട്ട് 3 ദിവസമായി. നിനക്ക് അവിടെ പോകാമായിരുന്നില്ലേ? ഫോൺ ചെയ്ത് ചേട്ടാ, അവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ നീ ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞു മമ്മി, ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, പെട്ടെന്ന് എൻ്റെ കൂടെ വന്ന് താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് തിടുക്കം വേണ്ടിയിരുന്നില്ല. എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാനുള്ള പ്രാപ്തിയായി ചേട്ടായി. ആയിക്കോട്ടെ, അതിന്റെ ഗുണവും ദോഷവും നീ തന്നെ അനുഭവിക്കേണ്ടി വരും. നീ എന്നെത്തി? ഇന്നലെ എത്തിയേ. നീ നല്ല ഉഷാറായിട്ടുണ്ട്. നേരെ ആന്റി, അതെ, നീ എന്നാ യുകെയിലേക്ക് തിരിച്ചു പോകുന്നത്? എന്നെ പറഞ്ഞാക്കിയ ധൃതിയായോ? ഇനി 1 മാസം കൂടി ഉണ്ട്. ആന്റി, അവരൊക്കെ എവിടെ? അവരിവിടെ ഇല്ല. അവരെ കാണാനല്ലേ ഞാൻ ഇത്ര നേരത്തെ വന്നത്. അവരെവിടെ പോയി? മോളെ, നിനക്ക് സുഖല്ലേ? ആ, സുഖമാണ് അമ്മാവ. മരുന്നൊക്കെ നേരെ കഴിക്കുന്നില്ലേ? കഴിക്കുന്നുണ്ട്, പക്ഷേ കഴിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളേറെ വിഷമം മകനും മരുമകളും വിട്ടുപോയതിനാണ്. വിട്ടുപോവുകയോ? മനസ്സിലായില്ല. ഞാൻ വീട് മാറിപ്പോയോ? മരുമകൾക്ക് ഞങ്ങളെ ആദ്യം തൊട്ടേ പിടിക്കുന്നില്ല. ഞങ്ങൾ സ്വന്തം മകളെ പോലെയാണ് കരുതിയത്. ആദ്യം ജോലി കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് വീട് മാറി, പക്ഷെ പിന്നീട് വരാതായില്ല. ആരും പറഞ്ഞിരുന്നില്ല. കല്യാണം കഴിഞ്ഞാൽ ആണ് ഭാര്യയ്ക്ക് മാത്രം സ്വന്തം. മോളെ, ഇക്കാലത്ത് അമ്മായിമ്മ പോരില്ല, പകരം മരുമകൾ പോരാണ് കേരളത്തിലെമ്പാടും. 2 ആഴ്ചയായുള്ളൂ, ഞങ്ങൾക്കത് യുഗം പോലെയായി. അവന് തീരെ സമ്മതമില്ലായിരുന്നു പോകാൻ. ഞങ്ങളാണ് അവന് പറഞ്ഞു വിട്ടത്, അല്ലെങ്കിൽ ബന്ധം പോലും തകർന്നേനെ. പോയിട്ട് കുറച്ച് നാളല്ലായുള്ളൂ, എല്ലാം ശരിയാണ്. രേണു, ഞങ്ങളുടെ ചിന്തയില് പറയുമെങ്കിൽ എന്താ പറയാൻ വന്നത്? നിന്റെയും ആദിത്യന്റെയും കല്യാണം ഞങ്ങൾ 2 കുടുംബവും ആഗ്രഹിച്ചതാണ്. എനിക്ക് ചെറിയ സൂചന ഉണ്ടായിരുന്നു. അവൻ അങ്ങനെ ചിന്തിച്ചില്ല. ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പം എന്ത് വിഷമം ഉണ്ടെന്ന് വെച്ചാലും നമ്മൾ എതിർത്തൊന്നുമില്ല. നല്ല കുടുംബമാണെന്ന് തോന്നി, സമാധാനിച്ചു, സമ്മതിച്ചു. എന്തായാലും ആന്റി വിഷമിക്കണ്ട, ഞാൻ അവരെ പോയി കാണുന്നുണ്ട്. നല്ലത്. എന്നാ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പറിച്ചു മാറ്റിട്ട് ചേട്ടൻ തനിച്ചാക്കിട്ട് പോയോ? കഴിഞ്ഞ ആഴ്ച 3 ദിവസം ഞാൻ ആശുപത്രിയിലായിരുന്നു. അത് കഴിഞ്ഞ് പോയതാണ്. പിന്നെ അവൾ വന്നിട്ടില്ല. എന്തായിരുന്നു അസുഖം? ഡയബറ്റീസ്, പ്രഷർ, അതിനേക്കാൾ ഏറെ ഡിപ്രഷൻ. ഈ സമയത്തല്ലേ ഭാര്യ അടുത്ത് വേണ്ടത്? അവൾക്ക് കാര്യമായ മാറ്റം, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ എത്താത്തതിലുള്ള വിഷമം. ചേട്ടൻ വീട്ടിലേക്ക് മടങ്ങണം. എല്ലാം ഞാൻ വരുത്തി വെച്ചതല്ലേ. സാരമില്ല, അച്ഛനമ്മയ്ക്ക് അത് മനസ്സിലാവും.
ആരാണ്? ഞാൻ രേണു. ആ, ഇരിക്കൂ. ഓ മനസ്സിലായി, യു കെയിലല്ലേ? അതെ, എന്നെത്തി? 2 ആഴ്ച കഴിഞ്ഞു. അലീന എവിടെ? അകത്തുണ്ട്, വിളിക്കാം. മോളെ അലീന, എന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു, ഇങ്ങോട്ട് വാ. ആദിത്യന്റെ അമ്മാവന്റെ മോളാ രേണുക, UK വന്നതാ. ഓ മനസ്സിലായി. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്, എല്ലാവർക്കും സുഖമാണ് പറയാൻ വയ്യ. രേണു വെറുതെ വന്നാണോ? എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷം? അലീന, ഇങ്ങനെ കാര്യങ്ങൾ പോയാൽ മതിയോ? എങ്ങനെ? എന്തിനു കണ്ണടച്ചിട്ടാക്കുന്നത്? നിങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടല്ലോ, സന്തോഷത്തോടുകൂടി ജീവിച്ചൂടെ? എന്റെ കാര്യത്തിൽ എന്താ നിങ്ങൾക്ക് ഇത്ര താല്പര്യം? അതോ മുറപ്പണിന്റെ അവകാശം കാണിക്കാൻ വന്നാണോ? ഇത്രയും ചീപ്പായി സംസാരിക്കരുത്. ഞാൻ കുടുംബം കലകാനല്ല, നന്നാക്കാനാ വന്നത്. രേണുവല്ലേ? ആദ്യം വിഷം കഴിച്ച് ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? അപകടത്തിന് തരണം ചെയ്തോ? എന്താ രേണുക? ആദിത്യന്റെ ആത്മഹത്യ ശ്രമിച്ചു. വിഷം കഴിച്ച് കിടക്കുന്ന ഏട്ടനെ ആരോ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞാൻ പോകുന്നു. നിക്കണു, അവൻ ഈ നിലയിലാക്കിയപ്പോ സമാധാനമല്ലോ. ഇനിയെങ്കിലും തിരുതാൻ ശ്രമിക്കും. വാ എന്റെ കൂടെ.